ഖരമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിച്ചുവെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് കിലയുടെ ഹെഡ് ഓഫീസ് ക്യാമ്പസിൽ നിർമ്മിക്കുന്ന 2 ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിൽ വലിയ സംതൃപ്തിയുണ്ട്. നമുക്ക് ഖരമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 6 മാസങ്ങൾ കൊണ്ട് സാനിറ്ററി മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഇതിനായി 4 മേഖലകളിലായി 4 റീജിയണൽ പ്ലാന്റുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണെന്നും 6 മാസങ്ങൾ കൊണ്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിലും കില മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വിശിഷ്ടാതിഥിയായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും സഹായത്തോടെ 97.80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിലയുടെ ഹെഡ് ഓഫീസ് ക്യാമ്പസിൽ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി അനുപമ TV, കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ A, മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു അജയ്കുമാർ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M. ഹരിദാസ്, മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. സുരേന്ദ്രനാഥ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടോബി തോമസ്, കില രജിസ്ട്രാർ സുമേഷ് KR, ശുചിത്വ മിഷൻ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ഡോക്ടർ ശീതൾ G. മോഹൻ, മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ് PN എന്നിവർ സംസാരിച്ചു.